ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ പി എസ് സി വേൾഡ്. അപ്പോൾ നമ്മുടെ കമ്പനി ബോർഡ് LGS, ബെവ്കോ LDC മുതലായവയ്ക്കുള്ള കൺഫർമേഷൻ കൊടുക്കേണ്ടത് വന്നു കഴിഞ്ഞു. പിന്നെ ഒരു കാര്യം കൂടി, ഇതിന്റെ രണ്ടിന്റെയും എക്സാം എന്ന് പറയുന്നത് കോമൺ ആയിട്ടാണ് നടത്തുന്നത്. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ഗ്രേഡിന്റെ ഇവിടെ എക്സാം നടക്കുന്നത് ഫസ്റ്റ് സ്റ്റേജ് കേട്ടോ. അതായത് നമ്മൾ കൺഫർമേഷൻ ഒക്കെ കൊടുത്ത് ഡിഫറെന്റ് സ്റ്റേജസ് എപ്പോഴൊക്കെയാണ് നമ്മൾ ഏത് സ്റ്റേജാന്നൊക്കെ നമുക്ക് കൺഫർമേഷൻ കൊടുത്തിട്ടൊക്കെ അറിയാൻ സാധിക്കുള്ളൂ. ഫസ്റ്റ് സ്റ്റേജ് വരുന്നവർക്ക് ജൂലൈ മാസത്തിൽ എത്രാം തീയതിയാണ്? 18-ാം തീയതിയാണ് എക്സാം വരുന്നത്. 4-ാം തീയതി തൊട്ട് ഹോൾ ടിക്കറ്റ് കിട്ടും. ഓക്കെ, ഇത് തന്നെയാണ് നിങ്ങൾ LDC നോക്കുകയാണെങ്കിൽ എക്സാം ഡേറ്റ്. അപ്പോൾ ഇത് രണ്ടും കോമൺ ആയിട്ടുള്ള ഒരു എക്സാം ആണ്. ഒറ്റ എക്സാമിലൂടെയാണ് നിങ്ങൾ ഇത് രണ്ടും എന്ത് ചെയ്യേണ്ടത്? ക്രാക്ക് ചെയ്യേണ്ടത്. സോ ദാറ്റ് മെയിൻസിലോട്ട് എത്തുമ്പോൾ ഇത് സ്പ്ലിറ്റ് ആയി മാറും. ഓക്കെ, അപ്പോൾ കോമൺ ആയിട്ട് നടക്കുന്നതുകൊണ്ട് ഇതിന്റെ സിലബസ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ സിലബസ് നോക്കുകയാണെങ്കിൽ ഇതാണ് രണ്ടിന്റെയും കൂടെ അവർ ഒരുമിച്ചിട്ടുള്ള സിലബസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഓരോന്നിനും ഇന്ത്യൻ ജിയോഗ്രഫി, ഇന്ത്യൻ ഹിസ്റ്ററി, അതുപോലെ തന്നെ കേരള റിനൈസൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ എന്താണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ളത്, കേരള ജിയോഗ്രഫി, പിന്നെ കുറച്ച് കറണ്ട് അഫെയർ റിലേറ്റഡ് ആയിട്ടുള്ളത്, ഇത്രയും കാര്യങ്ങൾ അവർ 10 മാർക്സ് വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ 60 മാർക്സ് ആണ് അത്രയും. പിന്നെ ജനറൽ സയൻസ് എന്ന് പറയുന്നത് നാച്ചുറൽ സയൻസും ഫിസിക്കൽ സയൻസും 10 മാർക്സ് ഈച്ചും, മാത്സ് 20 മാർക്സ്. അപ്പോൾ ഈ ഒരു സിലബസ് വെച്ചിട്ട് അല്ല നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ കൂടി, അതായത് ഇപ്പോൾ LGSന്റെ സിലബസ് ആണ് അല്ലെങ്കിൽ LDCയുടെ സിലബസ് ആണെങ്കിലും കോണ്ടന്റ് ഓൾമോസ്റ്റ് സെയിം ആണ്. പക്ഷേ പ്രിലിമിനറിയിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് സോർട്ട് ഔട്ട് ചെയ്ത് പഠിക്കാം. കുറച്ചും കൂടെ കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ വരുന്നുള്ളൂ. അപ്പോൾ പ്രിലിമിനറിനെ കുറിച്ച് നിങ്ങൾ ടെൻസ്ഡ് ആവണ്ട. ഇനി ഇത് നിങ്ങൾ ഇതുവരെ പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. ഇപ്പോൾ ഈ 2 മാസം ഈ ഒരു എക്സാമിനേഷന് വേണ്ടിയിട്ട് നമുക്കുള്ള സമയം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ക്രൂഷ്യൽ ആണ്. ഓക്കെ, അപ്പോൾ അതിൽ ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ട ഒന്ന് SCERT ആണ്. ഓക്കെ, SCERT 5 തൊട്ട് 10 വരെയുള്ളത്. അപ്പോൾ ഇതിന്റെ ബേസിക് സയൻസ്, സോഷ്യൽ സയൻസ് ഓരോ മുക്ക് മൂല്യം നമ്മൾ HRK പഠിക്കണം. കാരണം ടെക്സ്റ്റിലെ സ്റ്റേറ്റ്മെന്റ്സ് അവർ ക്വസ്റ്റൻ ആയിട്ട് ഇടാം. വലിയ വലിയ റാങ്ക് ഹോൾഡേഴ്സ് പോലും പറയുന്നതാണ് SCERT ടെക്സ്റ്റുകൾ കംപ്ലീറ്റ് പഠിച്ചിരുന്നു എന്നുള്ളത്. കാരണം നമ്മൾ വലിയ വേറെ ബുക്സും വലിയ കാര്യങ്ങളും നോക്കി പോകുമ്പോൾ SCERT മിക്കവരും സ്കിപ്പ് ആവും. പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ചെയ്ത് പറയുന്നത് SCERT നിങ്ങൾ മസ്റ്റ് ആയിട്ട് നോക്കണം. എനിക്ക് ചില എക്സാംസിനൊക്കെ മാർക്സ് ആ ഒരു കുറവ് വന്നത് SCERT എനിക്കത് കിട്ടിയില്ല എന്നുള്ളത് വെച്ചിട്ടായിരുന്നു. ഓക്കെ, സോ ആ ഒരു ഇത് ഒഴിവാക്കാൻ വേണ്ടി ഇപ്പോൾ ഈ ഒരു എക്സാം കണക്കാക്കി LGS LDC കണക്കാക്കിയിട്ട് ഞാൻ ഓൾറെഡി SCERT ക്ലാസ്സസ് പ്ലസ് ടെസ്റ്റ് സീരീസ്, അതായത് ഓരോ മൈന്യൂട്ട് ഏരിയയുടെയും മാക്സിമം എന്താണ് നമുക്ക് ആ ഒരു ഏരിയ ബന്ധപ്പെടുത്തി ക്വസ്റ്റ്യൻസ് നല്ലവണ്ണം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 150+ ടെസ്റ്റ് സീരീസ് ഞാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് നമ്മൾ ഓരോ മൈന്യൂട്ട് ഏരിയയിൽ നിന്നും ക്വസ്റ്റ്യൻസ് കാണാണ്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ടൈപ്പ്, PYQയിൽ വന്നിട്ടുള്ള ടൈപ്പ് ഒക്കെ ക്വസ്റ്റ്യൻസ് ഒരു ക്വിസ് മോഡിൽ അറ്റൻഡ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അത്രയും നല്ലതല്ലേ? കാരണം നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അൺലെസ് ആൻഡ് അൺടിൽ നിങ്ങൾ പുതിയ ക്വസ്റ്റ്യൻസ് കാണാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ എത്രത്തോളം പഠിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാകില്ല. ഓക്കെ, അപ്പോൾ ഇതുമുണ്ട്. പ്ലസ് ഒരു CA മന്ത്ലി റൗണ്ട് അപ്പ് എന്നുള്ള രീതിയിലുള്ള സംഭവവും ഞാൻ കൊടുക്കുന്നുണ്ട്. ഓരോ മാസത്തെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സ് നമ്മൾ അധികം ശ്രദ്ധിക്കാൻ സാധ്യതയില്ലാത്ത സോർട്ട് ഔട്ട് ചെയ്ത് എഴുതി PDF ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ, പുതുതായിട്ട് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എൻ്റെ ടെലിഗ്രാം ചാനലായ വൃന്ദാവൻ PSC വേൾഡിൽ ജോയിൻ ചെയ്യുക. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ടെലിഗ്രാമിൽ പോയി ഇത് ജസ്റ്റ് ടൈപ്പ് ചെയ്താലും മതി. എന്നിട്ട് എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്താൽ ഞാൻ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറയാം. ഞങ്ങൾക്ക് എക്സാം വരെ ഇതിൻ്റെ വാലിഡിറ്റി കിട്ടും. ഓക്കെ, കാരണം ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. കുറേ കുട്ടികൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. അവർ ഡെയിലി ക്വസ്റ്റൻസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, ക്ലാസ്സസ് കേൾക്കുന്നുണ്ട്. ഓക്കെ, കാരണം അതിൻ്റെ റെലവൻസ് എത്രയാണ് നിങ്ങൾക്ക് ഓരോ PYQ പ്രാക്ടീസ് ചെയ്യുമ്പോഴും മനസ്സിലാകും. ഇനി ഇതിൻ്റെ സിലബസ് വേണമെങ്കിൽ ഞാൻ എൻ്റെ ടെലിഗ്രാം ചാനലിൽ ഇടാട്ടോ. അപ്പോൾ ഒരു കാര്യം കൂടി, നിങ്ങൾക്ക് PYQ പ്രാക്ടീസ് സെഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. SCERT മോക്ക് ടെസ്റ്റും ചെയ്യുന്നതോടൊപ്പം തന്നെ കറണ്ട് അഫയേഴ്സും ഒക്കെ നോക്കുന്നതോടൊപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇതുവരെ നടന്നിട്ടുള്ള ഈ ഒരു പ്രിലിമിനറി എക്സാമിനേഷൻസ് നല്ലവണ്ണം എന്ത് ചെയ്യുക, പരിശീലിക്കുക എന്നുള്ളത്. ഓക്കെ, കാരണം അവർ അത് തീർച്ചയായിട്ടും കുറേയധികം സെർട്ടൻ നമ്പർ ഓഫ് ഫാക്ട്സ് റിപ്പീറ്റ് ചെയ്ത് തന്നെ ചോദിക്കും. സോ നിങ്ങൾക്ക് PYQന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒരൊറ്റ ഇതെന്നുള്ള രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്ത് എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്യും. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം പറയാം. ഓക്കെ, കാരണം അത്രയും സെർട്ടൻ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ നല്ലവണ്ണം എന്താക്കും, ആ ഒരു കാര്യത്തോട് വളരെയധികം നിങ്ങൾക്ക് എളുപ്പത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാർക്സ് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. ഒരു 70 above ഒക്കെ സ്കോർ ചെയ്യാൻ നമുക്ക് പറ്റണമെന്നുണ്ടെങ്കിൽ ഈ PYQ പ്രാക്ടീസും അതുപോലെ തന്നെ SCERT ക്ലാസ്സസ് നല്ലവണ്ണം കേൾക്കുക എന്നുള്ളതും മാക്സിമം നമ്പർ ഓഫ് മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇപ്പോഴേ നിങ്ങൾ നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങിയാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പ്രിലിംസ് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ സിലബസിനെ കുറിച്ചുള്ള ബാക്കി കാര്യങ്ങളും ഇനി എന്താണ് ഇതിനനുസരിച്ച് നിങ്ങൾക്ക് ഒരു സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. സോ താങ്ക് യു ഫോർ വാച്ചിങ്.